വൈരികളുണ്ടാവും അല്ലെ? എല്ലാത്തിനും ഇല്ല വൈരികൾ. ജ്യേഷ്ഠ അനുജന്മാര് പോലും വൈരികളായിരുന്നില്ലേ? കുന്തിയുടെയും അല്ലെ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും മക്കൾ ജ്യേഷ്ഠാനുജന്മാരാണ്. എന്നിട്ടോ അവര് പോലും വൈരികളായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ? അതിൽ പാർത്ഥന് തേർതെളിച്ച ദേവനാണ് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചത്. പക്ഷേ സത്യം മാത്രമേ ജയിക്കൂ. അസത്യം ജയിക്കുമോ? ധർമ്മം ജയിക്കാം, അധർമ്മം ജയിക്കില്ല. അതുകൊണ്ട് സത്യമാകുന്ന വഴിയിൽ കൂടി സഞ്ചരിച്ചോ. പാർത്ഥനോട് പറഞ്ഞതുപോലെ തേർതെളിക്കാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ട് തന്നെ എന്റെ ചമ്മട്ടിയും കടിഞ്ഞാനും ഞാൻ അവിടെ ചാടിയിട്ട് വന്നിട്ടില്ല. എന്റെ കയ്യിലുണ്ട്. അത് ദ്രവണന് വേണ്ടി, രാജമുദ്രയ്ക്ക് വേണ്ടി ഞാൻ തേർതെളിക്കാം. തിരിഞ്ഞു നോക്കണ്ട. ലക്ഷ്യത്തിലേക്ക് നയിക്കും. വൈരികളുണ്ടാവും അല്ലെ? എല്ലാത്തിനും ഇല്ല വൈരികൾ. ജ്യേഷ്ഠ അനുജന്മാര് പോലും വൈരികളായിരുന്നില്ലേ? കുന്തിയുടെയും അല്ലെ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും മക്കൾ ജ്യേഷ്ഠാനുജന്മാരാണ്. എന്നിട്ടോ അവര് പോലും വൈരികളായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ? അതിൽ പാർത്ഥന് തേർതെളിച്ച ദേവനാണ് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചത്. പക്ഷേ സത്യം മാത്രമേ ജയിക്കൂ. അസത്യം ജയിക്കുമോ? ധർമ്മം ജയിക്കാം, അധർമ്മം ജയിക്കില്ല. അതുകൊണ്ട് സത്യമാകുന്ന വഴിയിൽ കൂടി സഞ്ചരിച്ചോ. പാർത്ഥനോട് പറഞ്ഞതുപോലെ തേർതെളിക്കാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ട് തന്നെ എന്റെ ചമ്മട്ടിയും കടിഞ്ഞാനും ഞാൻ അവിടെ ചാടിയിട്ട് വന്നിട്ടില്ല. എന്റെ കയ്യിലുണ്ട്. അത് ദ്രവണന് വേണ്ടി, രാജമുദ്രയ്ക്ക് വേണ്ടി ഞാൻ തേർതെളിക്കാം. തിരിഞ്ഞു നോക്കണ്ട. ലക്ഷ്യത്തിലേക്ക് നയിക്കും. വൈരികളുണ്ടാവും അല്ലെ? എല്ലാത്തിനും ഇല്ല വൈരികൾ. ജ്യേഷ്ഠ അനുജന്മാര് പോലും വൈരികളായിരുന്നില്ലേ? കുന്തിയുടെയും അല്ലെ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും മക്കൾ ജ്യേഷ്ഠാനുജന്മാരാണ്. എന്നിട്ടോ അവര് പോലും വൈരികളായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ? അതിൽ പാർത്ഥന് തേർതെളിച്ച ദേവനാണ് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചത്. പക്ഷേ സത്യം മാത്രമേ ജയിക്കൂ. അസത്യം ജയിക്കുമോ? ധർമ്മം ജയിക്കാം, അധർമ്മം ജയിക്കില്ല. അതുകൊണ്ട് സത്യമാകുന്ന വഴിയിൽ കൂടി സഞ്ചരിച്ചോ. പാർത്ഥനോട് പറഞ്ഞതുപോലെ തേർതെളിക്കാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ട് തന്നെ എന്റെ ചമ്മട്ടിയും കടിഞ്ഞാനും ഞാൻ അവിടെ ചാടിയിട്ട് വന്നിട്ടില്ല. എന്റെ കയ്യിലുണ്ട്. അത് ദ്രവണന് വേണ്ടി, രാജമുദ്രയ്ക്ക് വേണ്ടി ഞാൻ തേർതെളിക്കാം. തിരിഞ്ഞു നോക്കണ്ട. ലക്ഷ്യത്തിലേക്ക് നയിക്കും. വൈരികളുണ്ടാവും അല്ലെ? എല്ലാത്തിനും ഇല്ല വൈരികൾ. ജ്യേഷ്ഠ അനുജന്മാര് പോലും വൈരികളായിരുന്നില്ലേ? കുന്തിയുടെയും അല്ലെ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിന്റെയും മക്കൾ ജ്യേഷ്ഠാനുജന്മാരാണ്. എന്നിട്ടോ അവര് പോലും വൈരികളായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ? അതിൽ പാർത്ഥന് തേർതെളിച്ച ദേവനാണ് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചത്. പക്ഷേ സത്യം മാത്രമേ ജയിക്കൂ. അസത്യം ജയിക്കുമോ? ധർമ്മം ജയിക്കാം, അധർമ്മം ജയിക്കില്ല. അതുകൊണ്ട് സത്യമാകുന്ന വഴിയിൽ കൂടി സഞ്ചരിച്ചോ. പാർത്ഥനോട് പറഞ്ഞതുപോലെ തേർതെളിക്കാൻ കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ട് തന്നെ എന്റെ ചമ്മട്ടിയും കടിഞ്ഞാനും ഞാൻ അവിടെ ചാടിയിട്ട് വന്നിട്ടില്ല. എന്റെ കയ്യിലുണ്ട്. അത് ദ്രവണന് വേണ്ടി, രാജമുദ്രയ്ക്ക് വേണ്ടി ഞാൻ തേർതെളിക്കാം. തിരിഞ്ഞു നോക്കണ്ട. ലക്ഷ്യത്തിലേക്ക് നയിക്കും. ಅನುಕ್ಷಣದ ಸುದ್ದಿಗಳಿಗಾಗಿ ವಿಸ್ತಾರ ನ್ಯೂಸ್ ಯೂಟ್ಯೂಬ್ ಚಾನೆಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ. ಹೊಸ ಸುದ್ದಿಗಳ ನೋಟಿಫಿಕೇಶನ್ಗಾಗಿ ಬೆಲ್ ಐಕಾನ್ ಕ್ಲಿಕ್ ಮಾಡಿ. ಲೇಟೆಸ್ಟ್ ಅಪ್ಡೇಟ್ಸ್ಗಾಗಿ www.vistaranews.com ವೆಬ್ಸೈಟ್ಗೆ ವಿಸಿಟ್ ಮಾಡಿ. ಅಂಗೈಯಲ್ಲೇ ಜಗತ್ತಿನ ಸುದ್ದಿ ತಿಳಿಯಲು ವಿಸ್ತಾರ ನ್ಯೂಸ್ ಕನ್ನಡ ಆಪ್ ಡೌನ್ಲೋಡ್ ಮಾಡಿ.